മണ്ടന്മാരൊക്കെ ഒരുമിച്ചുണ്ടല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു കുന്തവുമില്ല എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും നല്ല പേര്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. എന്താ നിന്റെ വിഷമം? ഞാൻ ഇപ്പൊ ഒരുപാട് ഡയറക്ടർമാരുടെ ഡ്രൈവറായിട്ടും എല്ലായിടത്തും പോയി നമ്മൾ സിനിമയിൽ ഒരു ചാൻസ് ചോദിച്ച് തരാത്തത് കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ വഴിയിൽ വന്നത് തന്നെ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ അർഹിക്കാത്ത ആഗ്രഹിക്കരുതെന്ന്. അപ്പൊ ഒരുപാട് ചതികളിലൂടെയാണ് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി വന്ന് കയറിയിരിക്കുന്നു. ശല്യം. ആര് കേട്ടാലും വിശ്വസിക്കില്ലേലും ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞങ്ങൾ ഈ നിൽക്കുന്നത് സിനിമാക്കാർക്കായാലും ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1 മില്യൺ. ഇനിയെങ്കിലും ഒന്ന് നിർത്തണേ നിന്റെ ഈ പുളുപടി. അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അധികം കേറുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത്ര വലിയ പുല്ലൊന്നും അല്ല, നമുക്കറിയാം അവന്റെയൊക്കെ കഥ. നിങ്ങൾ രണ്ടുപേരും പൊട്ടന്മാരല്ലേ? അല്ല നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. നിങ്ങളെക്കാളും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങനെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഇത്തരം. എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ഇങ്ങനെ ആയി എന്നുള്ളത് സിനിമാക്കാരാണ്. കാര്യം ഞങ്ങൾ ചാൻസ് ചോദിക്കുമ്പോ ഞങ്ങൾ ആട്ടി ഓടിക്കാണ്. ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? എന്നാലും നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്ത് മതി, ഇപ്പൊ തൽക്കാലം ഇപ്പൊ ജീവിച്ചു പോകാൻ ഇതൊക്കെ തന്നെ ധാരാളം. ഒരു മാസം 3 ലക്ഷത്തോളം രൂപ ചെലവായി പോകുന്നുണ്ട്. 3 ലക്ഷം രൂപ ചെലവായി പോകുന്നുണ്ട്. എന്തൊരു തള്ളണത്. എങ്കിലും മാസം 3 ലക്ഷം ഒക്കെ ഉണ്ടാവും. ഒരു മാസം ഒന്നുകൂടെ കണക്കൂടി പറഞ്ഞേ. ഉസ്താദാണ്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഉസ്താദാണ്. വെറുതെ ചിരിപ്പിക്കരുത്. സിനിമാക്കാരൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ പോകണം, നമ്മളൊക്കെ ആണെങ്കിൽ മൊബൈൽ എടുത്താൽ പോരാ. ആശ്വാസമായി. ഫുൾ കമന്റ് നമ്മൾ എടുത്തു വെച്ച് നോക്കിയാല് 3/4 ഭാഗവും നിങ്ങൾക്ക് ബാഡ് കമന്റ് ആയിട്ടാണ്, നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ആ നെഗറ്റീവ് കമന്റിനെ നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് കമന്റ്സ് മാറാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വഴിയിൽ കാണുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്ത്, എന്നിട്ട് നെഗറ്റീവ് കമന്റ്സ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാ? സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? നമുക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയ ആണ്. അതിൽ നമുക്ക് കാഴ്ചക്കാരുണ്ട്. കാഴ്ചക്കാരെ പൊട്ടന്മാരാക്കി നമ്മൾ ചെയ്യുക. സമ്മതിച്ചു. മോനെ രവിക്കുട്ടാ, ഒന്നിങ്ങി വന്നേ. ഒരുമാതിരി ഊമ്പി ഒരു കളിക്കല്ലോ. എന്തുമാത്രം കള്ളം പറയുന്നുണ്ടെന്ന് മനസ്സിലായില്ല. 3 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? അവിടെ ഇരുന്ന് ക്യാമറക്ക് മുമ്പേ പലതും പറയാം. അങ്ങനെ പറയരുത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നീ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം വെട്ടിത്തരങ്ങൾ വന്നിരുന്ന് പറയണത്. പണ്ട് പോയി ഞാൻ പറയുന്നുണ്ട് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു മറ്റേ ഫാമിലി ലൈഫ് സെറ്റ് ആകണേ, അല്ലാണ്ട് സെറ്റ് ആകണത്. അതുകൊണ്ട് നീ ഇത്തരം കോപ്രായങ്ങൾ ഇനി കാണിച്ചുകൊണ്ടിരിക്കും മീഡിയയില്. ഇല്ല, പെണ്ണ് കെട്ടുന്നവരെ കാണിച്ചോണ്ടിരിക്കും. എല്ലാം തൊലഞ്ഞ് ഇന്ന് നിർത്തിക്കൊള്ളണം. പറഞ്ഞു മനസ്സിലായോ? നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക ഞാൻ. ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? പോ, കണ്ടുപോരുത്, ഓടിത്തള്ളിക്കൊള്ളണം. പുലിയുടെ വായിലേക്കാണ് ഞാൻ ഓടിക്കറിയത്. ആയുസിന്റെ ബലം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഓടിക്കോ